ഒരു പക്ഷേ അനീഷ് ജയിക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തെ തൊപ്പി അനുമോൾക്ക് അനുകൂലമായി കൊടുത്തതോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം അപ്പം എന്നിട്ട് പോലും പല ആൾക്കാരും എന്നെ അറിഞ്ഞോ അറിയാതെയോ അനുമോളുടെ ആളാക്കി മാറ്റി. സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്നെ ഈ ഗെയിമിലേക്ക് പിടിച്ചിറക്കി. മാറി എവിടെയോ നിന്ന് ഈ ഗെയിം കണ്ടുകൊണ്ടിരുന്ന എല്ലാ മത്സരാർത്ഥികളെയും തുല്യരായിട്ട് കണ്ടുകൊണ്ടിരുന്ന അങ്ങനെ അനുമോൾ ബിഗ് ബോസിൽ വിജയിച്ചതോടെ ഏറിപ്പോയത് നമ്മുടെ തൊപ്പിയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അഖിൽ മാരാറാണെങ്കിൽ ഈ അവസരം നല്ലോണം മുതലാക്കുകയും ചെയ്തു. അനുമോളെ ജയിപ്പിച്ചത് താനാണെന്നൊക്കെയുള്ള രീതിയിലാണ് ആശാന സംസാരം. എന്തായാലും തൊപ്പി മാരാർ വിഷയം അങ്ങനെ മറ്റൊരു തരത്തിലേക്ക് എത്തിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അറിയാലോ, കഴിഞ്ഞ ദിവസം തൊപ്പിയും അഖിൽ മാരാറും തമ്മിലുണ്ടായ പ്രശ്നത്തെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തൊപ്പി ബിഗ് ബോസിൽ അനീഷിനെ ആയിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത്, മാരാർ ആണെങ്കിൽ അനുമോളെയും. അങ്ങനെ കഴിഞ്ഞ ദിവസം മാരാർ തൊപ്പിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. അനീഷിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് തൊപ്പി അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നായിരുന്നു മാരാറുടെ ആരോപണം. മാരാരോട് ഈ ആരോപണം കേട്ട് ദേഷ്യം വന്ന തൊപ്പി എന്താക്കി, മാരാറ ലൈവിൽ വിളിച്ച് നല്ലോണം പൊരിച്ചു വിട്ടു. അതിനുശേഷം ഇത്തവണ എന്തായാലും അനീഷിനെ ജയിപ്പിക്കണം, അതിന് പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണെന്നുള്ള രീതിയിൽ ഒരു വീഡിയോയും ചെയ്തു. അഖിൽ മാരാറെ സപ്പോർട്ട് ചെയ്യുന്ന അനുമോളാണോ അതോ തൊപ്പി സപ്പോർട്ട് ചെയ്യുന്ന അനീഷാണോ ഈ തവണ വിജയിക്കുക എന്ന് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ തൊപ്പി വെല്ലുവിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് പറയാനാണ്, ബിഗ് ബോസിന്റെ റിസൾട്ട് വന്നപ്പോൾ ജയിച്ചത് അനുമോളായി പോയി. അത് പിന്നെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഏകദേശം ഉറപ്പായ കാര്യമായിരുന്നല്ലോ. അനുമോള് ജയിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത്. അതിനിപ്പോ തൊപ്പിയല്ല ആര് വിചാരിച്ചാലും മാറാൻ പോണില്ലായിരുന്നു. കാരണം അതിനുള്ള വർക്കൊക്കെ അനുമോളും അനുമോളുടെ PR ടീമും എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബിഗ് ബോസിലേക്ക് റീ എൻട്രി വന്ന എല്ലാവരും കൂടി അനുമോൾ ഒറ്റപ്പെടുത്തുകയും കൂടി ചെയ്തതോടെ അതിലൊരു തീരുമാനമായി. മാത്രമല്ല തൊപ്പി അവസാന നിമിഷം വന്നിട്ട് അനീഷിനെ ജയിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. കുറച്ച് നേരത്തെ സപ്പോർട്ട് നടന്നിരുന്നെങ്കിൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ നടന്നേനെ. എന്തായാലും അനുമോൾ കപ്പടിച്ചതോടെ തോൽവി സമ്മതിച്ചുകൊണ്ട് തൊപ്പി ഒരു ലൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം. എടാ കൊറേ ആളെന്തല്ലോ പ്രൊഡ്യൂസർ ലിസ്റ്റ് പറയുന്നുണ്ട്, പക്ഷെ ഇത് മോഹൻലാൽ കൈ പിടിച്ച് നോക്കിയാലേ എനിക്ക് വിശ്വാസമാവും. ഞാൻ കാര്യം പറയാലോ. അപ്പൊ 2 ദിവസം എയറിലേക്ക് പോവാ. അഖിൽമാരെല്ലാം കളിയാക്കുവാ. മാനം പോയി നാട് വിട്ടാലോ. കൺഗ്രാജുലേഷൻസ് അനുമോൾ, കൺഗ്രാറ്റ്സ് ഫോർ വിന്നിങ് ബിഗ് ബോസ് സീസൺ 7. അല്ല, ഞാൻ പറയുന്നത് ന്യായീകരിക്കാൻ എക്സ്ക്യൂസ് പറയാനില്ല. തോൽവി നമ്മൾ സമ്മതിക്കും, അല്ല അത്രേ ഉള്ളൂ. നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു, ശരിയാണ്. അനീഷ് ജയിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു, നടന്നില്ല. PR പിന്നെ ഇല്ലടാ. അങ്ങ് ഞാൻ പറയട്ടെ, അങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞ കാര്യമില്ലടാ. അൺഫെയർ PR വിന്ന് അൺഫെയർ. എടാ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ തോൽവി സമ്മതിക്കണം. അതാണ് അർത്ഥം. ഞാൻ കാര്യം പറയാം, അതാണ് അർത്ഥം. എന്തായാലും തോറ്റ്. ഇനിയിപ്പം ഇതിൽ കുറെ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താ പറയുന്നത്? അതെ, അതിനിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തോറ്റാ തോൽവി സമ്മതിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ന്യായീകരിച്ച് മേക്കിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. പിന്നെ ഞമ്മക്കൊന്നും അനുമോള് വിന്നറായതില് പ്രത്യേകിച്ച് ഞെട്ടലോ വിഷമോ ഒന്നും ഇല്ലട്ടോ. ഇതൊക്കെ എന്നോ നമ്മൾ ഉറപ്പിച്ച കാര്യമാണ്. ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആദ്യമേ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് പോകുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്ന്. അനുമോൾക്ക് വോട്ട് ചെയ്ത നോർമൽ ഓഡിയൻസിനെ PR എന്ന് പറഞ്ഞ് കളിയാക്കി കുടുംബ പ്രേക്ഷകരെ വാശി കയറ്റിയത് കൊണ്ടാണ് അനുമോൾ വിജയിച്ചത് എന്നൊരു നെഗറ്റീവുമായി അനുമോൾ ഫാൻസ് ഇറങ്ങിയിട്ടുണ്ട്. സംഭവം നോർമൽ ഓഡിയൻസിന്റെ ഒക്കെ വോട്ട് അനുമോൾക്ക് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ഈ നോർമൽ ഓഡിയൻസിനെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചത് അനുമോളുടെ PR-ന്റെ കഴിവാണ്. അല്ലാതെ അനുമോൾക്ക് അതിൽ പ്രത്യേകിച്ച് റോൾ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്ത് തേങ്ങ കാട്ടിയിട്ടാണ് അനുമോൾക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടിയതെന്ന് എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. അങ്ങനെ നോർമൽ ഓഡിയൻസിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അനുമോൾ വിജയിച്ചതെന്ന് ഞാൻ ഒരിക്കലും അംഗീകരിച്ച് തരികയുമില്ല. ഇത് പൂർണ്ണമായും PR-ന്റെ വിജയം തന്നെയാണ്. ബിഗ് ബോസിൽ ഗെയിം കളിച്ചതിന്റെയും എന്റർടൈൻമെന്റ് ചെയ്തതിന്റെയും ഒക്കെ ബേസിലാണ് ഒരു വിജയം തീരുമാനിക്കുന്നത് എങ്കിൽ നെവിനും അക്ബറും ഒക്കെ തന്നെയായിരുന്നു വിജയിക്കേണ്ടിയിരുന്നത്. ഒരു ഗെയിമും കളിക്കാതെ ഒരു എന്റർടൈൻമെന്റും തരാതെ കുറെ കരച്ചിലും അവീത കഥകളും സദാചാരവും ഉപയോഗിച്ച് ഈ പറഞ്ഞ അക്ബറിനും നെവിനും ഒക്കെ മുകളിൽ അനുമോൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരായ വഴിയിലൂടെ നേടിയ വിജയമല്ല. അല്ല, ഇനിയിപ്പോ പലരും പറയുന്ന പോലെ കുടുംബ പ്രേക്ഷകരുടെ വോട്ടിന്റെ ബലത്തിലാണ് അനുമോൾ വിജയിച്ചതെങ്കിൽ ഇത്രയും മതപ്പതിച്ച കുടുംബ പ്രേക്ഷകരാണ് നാട്ടിലുള്ളതെന്ന് പറയേണ്ടി വരും. എന്തായാലും തൊപ്പി ലൈവിനിടയിൽ അഖിൽ മാരാറെ വീണ്ടും വിളിക്കുന്നുണ്ടായിരുന്നു. തോൽവി സമ്മതിച്ചെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു തൊപ്പി വിളിച്ചത്. പക്ഷെ മാരാർ ഫോൺ എടുത്തില്ല. കാരണം മാരാറും അപ്പുറത്ത് ലൈവ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അനുമോൾ കപ്പടിച്ച പിന്നെ മാരാർക്ക് ലൈവ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഒന്ന് മെയിനാവാൻ കിട്ടിയ അവസരമല്ലേ. മാരാർ വെറുതെ കളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും മാരാറിന്റെ ലൈവിന് ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടോക്കാം. വിജയിച്ച അനുമോൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഹൃദയം നിറഞ്ഞ ആശംസ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അനുമോളെ വിജയിപ്പിച്ച തൊപ്പിക്ക് ഹൃദയത്തിൽ നിന്നും 1000 സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. ഒരു പക്ഷേ അനീഷ് ജയിക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തെ തൊപ്പി
അനുമോൾക്ക് അനുകൂലമായി കൊടുത്തതോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം അത് ശരി, അനീഷ് ജയിക്കേണ്ടിയിരുന്ന കളി തൊപ്പി അനുമോൾക്ക് അനുകൂലമാക്കി കൊടുത്തു എന്നൊക്കെ. എന്താണ് മാരാറി നാട്ടിലൊന്നല്ലേ ജീവിക്കുന്നത്? അനീഷ് ജയിക്കുമെന്ന് ഈ നാട്ടിലെ പൂച്ചക്കുഞ്ഞ് പോലും പ്രതീക്ഷിച്ച് കാണില്ല. ബിഗ് ബോസ് എപ്പിസോഡായിട്ടും ലൈവായിട്ടും സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ ഫോളോ ചെയ്യുന്ന എല്ലാവരും എത്രയോ ദിവസം മുമ്പേ തന്നെ ഉറപ്പിച്ച കാര്യമാണ് അനുമോളാണ് ജയിക്കാൻ പോകുന്നത്. അനീഷിന് ഷോ തുടങ്ങിയ സമയത്തൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഒരു ഘട്ടത്തിൽ അനീഷ് ജയിക്കുമെന്ന് എല്ലാവരും വിചാരിച്ചതുമാണ്. എന്നാൽ അനീഷിന് പിന്നീട് ബിഗ് ബോസിൽ ഒന്നും ചെയ്യാനില്ലാതെയായി. അനീഷിന്റെ സ്ട്രാറ്റജി ആളുകൾക്കിടയിൽ ബോറടിച്ചു തുടങ്ങി. ഫ്രഷ് ആയി ഒന്നും അനീഷിന് ഇംപ്രവൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയില്ല. ടാസ്ക് ബോർഡിൽ ആവറേജ് ആയിരുന്നു. കൃത്യമായി ഈ സമയത്ത് തന്നെയായിരുന്നു അവിഹിതവും സദാചാരവും കരച്ചിലും ഒക്കെ ആയിട്ട് അനുമോള് രംഗത്ത് വരുന്നത്. ഞാൻ ഏഷ്യാനെറ്റിൽ നിന്നും പൈസ വാങ്ങിയതാണ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇവിടെ കണ്ടന്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അനുമോള് സകല ഊളത്തരങ്ങളും കാണിക്കാൻ തുടങ്ങിയതോടെ അനീഷൊക്കെ സൈഡായി. അതിന്റെ കൂടെ അനുമോളുടെ PR-ഉം ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ കപ്പ് അനുമോൾക്ക് തന്നെയാണെന്ന് എല്ലാവരും എന്നോ ഉറപ്പിച്ച കാര്യമാണ്. അതിപ്പോ ഒരു തൊപ്പിയോ അഖിൽമാരൊന്നും വിചാരിച്ചാൽ പറ്റുന്ന കാര്യമൊന്നുമല്ല. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. അപ്പം എന്നിട്ട് പോലും പല ആൾക്കാരും എന്നെ അറിഞ്ഞോ അറിയാതെയോ അനുമോളുടെ ആളാക്കി മാറ്റി. സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്നെ ഈ ഗെയിമിലേക്ക് പിടിച്ചിറക്കി. മാറി എവിടെയോ നിന്ന് ഈ ഗെയിം കണ്ടുകൊണ്ടിരുന്ന എല്ലാ മത്സരാർത്ഥികളെയും തുല്യരായിട്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ മത്സരാർത്ഥികളിൽ നിന്ന് മികച്ച ഒരാൾ ജയിച്ചു വരട്ടെ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന എന്നെ ഒരു വിഭാഗം ആൾക്കാർ ചേർന്നിട്ട് അനുമോളുടെ ആളാക്കി മാറ്റി. അനുമോൾ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചു. സ്വാഭാവികമായും നിങ്ങൾ എന്നെ ഈ ഗെയിമിലേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ വിജയിക്കുക എന്നുള്ളതാണ്. അവിടെ അനുമോൾ വിജയിക്കുക, അനീഷ് പരാജയപ്പെടുക, നിവിൻ പരാജയപ്പെടുക എന്നുള്ളതല്ല. എൻ്റെ ലക്ഷ്യം ഞാൻ ജയിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരും ബിഗ് ബോസ് കണ്ടിട്ട് ഒരു പരിധി എത്തിക്കഴിയുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് അനുകൂലമായി വോട്ട് പിടിച്ചു തുടങ്ങും. സ്വാഭാവികമായിട്ടും മറ്റൊരാൾ നിങ്ങളെ ആക്ഷേപിക്കും. അങ്ങനെ ആക്ഷേപിക്കുന്ന സമയത്ത് നിങ്ങളുടെ വാശിയായി മാറും ആ പർട്ടിക്കുലർ മത്സരാർത്ഥി ജയിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ പരാജയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ, ഞാൻ പരാജയപ്പെടാൻ എന്നെ സ്നേഹിക്കാത്തവർ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ തൊപ്പി നിനക്ക് അവിടെയാണ് പാളിപ്പോയത്. നീ എവിടെയോ കിടക്കുന്ന കുറേ ആൾക്കാരെടുത്ത് ബിഗ് ബോസ് ഈ ബിഗ് ബോസിൽ ലക്ഷക്കണക്കിന് വോട്ട് തന്ന് ജയിപ്പിച്ച എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന ഈ ബിഗ് ബോസിൻ്റെ ഷോ കാണുന്ന ഒരു പറ്റം പ്രേക്ഷകർക്കൊരു തീരുമാനമുണ്ട്. ആ പ്രേക്ഷകരുടെ തീരുമാനം അവർ ശരിപ്പിക്കുന്നുണ്ട്. കാരണം ഇന്നലെ നീ എനിക്കെതിരെ പറഞ്ഞു പോയതിന് ശേഷം ഒരുപാട് ഗ്രൂപ്പുകളിൽ വന്ന മെസ്സേജുകൾ പലരും ഫോർവേഡ് ചെയ്തു തന്നു. അതിലൊരു മെസ്സേജ് ഇപ്രകാരമായിരുന്നു: അഖിലേട്ട, ഇനി അനുമോൾ ജയിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. ഇത്രയും നാളും ഞങ്ങൾക്കിടയിൽ അക്ബർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അനീഷ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഷാനവാസ് ആർമി ഉണ്ടായിരുന്നു. പലവിധ ആർമികളെല്ലാം മാറി ഇന്ന് അഖിലേട്ടന് വേണ്ടി ഒരൊറ്റ ഗ്രൂപ്പായി മാറാൻ ഞങ്ങൾക്ക് ആഗ്രഹമാണ്. അനുമോൾ ജയിക്കണം എന്ന് ഇന്നലത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് വ്യത്യസ്ത തലത്തിൽ നിന്ന പല പ്രേക്ഷകരെയും ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത് പ്രിയപ്പെട്ട തൊപ്പിയുടെ ഒരേ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് 1000 നന്ദി നമ്മുടെ അതെ, ചുരുക്കി പറഞ്ഞാൽ അഖിലേട്ടൻ മാസാണ് മക്കളെ. അഖിലേട്ടനാണ് അനുമോളെ വിജയിപ്പിച്ചത്. അത് അഖിലേട്ടൻ ഡയറക്റ്റ് ആയി പറഞ്ഞില്ല, പകരം കുറച്ചങ്ങോട്ട് താത്വികമായി പറഞ്ഞു എന്ന് മാത്രം. ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്ന എന്നെ നിങ്ങൾ എല്ലാരും കൂടിയാണ് കളത്തിലിറക്കിയത്, അനുമോളുടെ ഫാൻ ആക്കിയത്. അതോടെ എന്റെയും കൂടെ ആവശ്യമായി അനുമോളെ വിജയിപ്പിക്കണമെന്ന്. അങ്ങനെ ഞാൻ അനുമോളെ ജയിപ്പിച്ചു. അതെന്നാണ് ആശ ഉദ്ദേശിച്ചത്. ഈ സ്വയം പുകയറ്റൊക്കെ താത്വികമായി ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല എന്ന് മാത്രം. എന്തായാലും അനുമോളുടെ PR ആയിട്ടുള്ള വിനവിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് സങ്കടം. പാവുണ്ട്, ഇത്രയും പണിയെടുത്തിട്ട് അവസാനം ക്രെഡിറ്റ് മൊത്തം ആരാറ് കൊണ്ടുപോയി. വല്ലാത്തൊരവസ്ഥ പൊട്ട സാരില്ല. എന്തായാലും 10-16 ലക്ഷം റുപ്യ കിട്ടിയതല്ലേ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എന്തായാലും അടുത്ത സീസൺ തൊട്ടെങ്കിലും ഈ PR കളിക്കും വോട്ട് അടിച്ച് കയറ്റുന്ന പരിപാടികൾക്കും ഒക്കെ ബിഗ് ബോസ് കടിഞ്ഞാൻ ഇട്ടിട്ടില്ല എങ്കിൽ ആളുകൾക്ക് ബിഗ് ബോസിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. പതുക്കെ ഷോ കാണുന്നത് നിർത്തും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ നിർഗുണ PR പ്രൊഡക്റ്റുകൾ ജയിക്കാൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആ ഷോ കണ്ടിട്ട് എന്താ കാര്യം അല്ലേ? എന്തായാലും എന്താവുമെന്ന് കണ്ടെന്നെ അറിയാം. ഇനിയിപ്പോ അനുമോളുടെ കാലല്ലേ, പക്ഷെ എന്നും ഈ PR സപ്പോർട്ട് ഒന്നും ഉണ്ടാവില്ല. 1-2 മാസം വേണമെങ്കിൽ PR-ന്റെ ബലത്തിൽ അനുമോള് ലൈവായിട്ട് നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താവുന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ജിൻഡോന്റെ അവസ്ഥ കണ്ടില്ലേ? അതുപോലെ തന്നെ മറ്റൊരു PR പ്രൊഡക്റ്റ് ആയിട്ടുള്ള റോബിന്റെ പോലത്തെ അവസ്ഥയും നിങ്ങൾ കണ്ടില്ലേ? പൊടി പോലും കാണാനില്ല. ഇത്രയേ ഉള്ളൂ. അനുമോൾക്ക് പിന്നെ സീരിയലും സ്റ്റാർ മാജിക് പോലുള്ള പരിപാടികളൊക്കെ ഉണ്ടായതുകൊണ്ട് വലിയ തരക്കേടൊന്നും ഇല്ലാതെ പോകാൻ പറ്റുമായിരിക്കും. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.